നമസ്കാരം. സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ പലപ്പോഴും ഈ പ്രശ്ന പരിഹാര വിധിയായിട്ട് ഇവിടെ ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോ ഭക്തൻ്റെയും ദുഃഖദുരിതങ്ങൾ അവനിൽ നിന്ന് മാറിപ്പോകുന്നതിനായി നമ്മുടെ പ്രദോഷ പ്രാർത്ഥനകളിലും പ്രഭാത പ്രാർത്ഥനകളിലും അവരുടെ ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കമൻറ്റ് ബോക്സുകളിൽ വരുന്നത് അവരുടെ പരാതിയുടെ നീണ്ട നിരകൾ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളുടെ നീണ്ട നിരകൾ തന്നെയാണ്. പലപ്പോഴും അതിൽ പേരുകളോ നക്ഷത്രങ്ങളോ പ്രതിപാദിച്ച് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, പ്രാർത്ഥനകൾക്കായി നിങ്ങളുടെ പേരും നിങ്ങളുടെ നക്ഷത്രവും മാത്രം തന്നാൽ മതി. അല്ലാതെ നിങ്ങൾ എഴുതിവിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും വായിച്ചെടുത്ത് അന്നേ ദിവസം പ്രാർത്ഥനയിൽ നിന്ന് ഉൾപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് വയ്ക്കേണ്ടി വന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമ്പോൾ എൻ്റെ പേരിന്നതാണ്, എൻ്റെ നാളിന്നതാണ്, തീർച്ചയായിട്ടും ആ നാളിൻ്റെ ബുദ്ധിമുട്ടുകൾക്കെല്ലാം വേണ്ടിയുള്ള പ്രശ്നപരിഹാരമായിരിക്കും നമ്മൾ അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2025 വാർഷിക നക്ഷത്ര ഫലത്തിലേക്കാണ് സുദർശന ടി വി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ്. അവിട്ടം എന്ന് പറയുന്ന നക്ഷത്രത്തിൽ 2024 അവസാന പാദം മുതൽ, അല്ലെങ്കിൽ അവസാന കാലം മുതൽ വലിയ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു നാളാണ് അവിട്ടം നക്ഷത്രം. തീർച്ചയായിട്ടും അത് തുടരുകയാണ് 2025 ചെയ്യുന്നത്. ഭാഗ്യദായകമായ ഒരു വർഷമായി നമുക്ക് 2025 കണക്കാക്കാൻ കഴിയും. അതായത് വളരെ അനിവാര്യമായി വിഷ്ണു ഭജനം വേണ്ടുന്ന നാളാണ് അവിട്ട നക്ഷത്രം. വിഷ്ണു ക്ഷേത്രത്തിൽ പതിവായി പോവുക, മുടങ്ങാതെ പോവുക, പറ്റുന്ന സമയത്തെല്ലാം പോവുക, വീട്ടിലിരുന്ന് വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിക്കുക. അങ്ങനെയൊക്കെ വിഷ്ണു ഭജനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടുന്നൊരു വർഷമാണ് 2025. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. ഭജനങ്ങളുടെ ഈശ്വര ഭജനത്തോടെ മാത്രമാണ് അവിട്ടം നാളുകാർക്ക് 2025 ഭാഗ്യോദയം ഉണ്ടാകുന്നത്. അതായത് ഈശ്വരനെ ഭജിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. സർവ്വ ഈശ്വരന്മാരുടെയും അനുഗ്രഹത്തിന് പൂർണ്ണത ലഭിക്കുന്ന വർഷമാണ് അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം 2025. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ഈശ്വരീയമായ വിശ്വാസത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുക. ക്ഷേത്രസന്നിധിയിൽ, തൊട്ടടുത്തുള്ള ക്ഷേത്രസന്നിധിയിൽ എത്തി ദേവനോടായാലും ദേവിയോടാണെങ്കിലും യാത്ര ചോദിച്ച് നന്മയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹം വാങ്ങിപ്പോകാൻ ശ്രമിക്കുക. തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. എന്തു കാര്യത്തിൽ ഇറങ്ങിത്തിരിച്ചാലും ഇത്തരമൊരു സംവിധാനത്തോട് കൂടിയിട്ടാണ് പോകുന്നതെങ്കിൽ നടക്കുക തന്നെ ചെയ്യും. തൊഴിൽ തടസ്സങ്ങൾ മാറുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷമായിട്ട് സ്വരച്ചേർച്ചയില്ലാത്ത ദാമ്പത്യ ജീവിതത്തിന് കാരണമാകുന്ന ചിലരെങ്കിലും ഉണ്ടാകും. ആ ദാമ്പത്യ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെയും മാറി വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും അടുത്തു ജീവിക്കാനുള്ള ഒരു വഴി 2025 തുറന്നു വരുന്നതാണ്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളെല്ലാം തന്നെ നന്മയുടെ നല്ല വർഷമായി നല്ല കുടുംബജീവിത അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയും. ദാമ്പത്യ ജീവിതത്തിന് പിണക്കങ്ങൾ മാറി വളരെ സന്തോഷത്തിലേക്ക് എത്തുന്നൊരു വർഷമാണ് 2025. വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ട് ശ്രമിച്ചാൽ വിജയിക്കുന്ന വർഷമാണ്. അത് ഏതുതരം വാഹനമാണെങ്കിലും, 2 വീലർ മുതൽ അങ്ങോട്ട് വലിയ വാഹനങ്ങൾ വരെ വിചാരിച്ചാൽ വാങ്ങാൻ കഴിയുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ആദ്യം കുറച്ചൊക്കെ തടസ്സമുണ്ടാകും എങ്കിലും പിന്നീട് അതങ്ങോട്ട് മാറി നല്ല ഒരു മാറ്റത്തിലേക്ക് വന്ന് നമുക്ക് ധനമാർഗം ഉണ്ടാകുന്നതായിട്ട്, പുതിയ പുതിയ ധനമാർഗ്ഗങ്ങൾ വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള നല്ല ഒരു വർഷമാണ് 2025 അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം. ഭാഗ്യക്കുറികളൊക്കെ എടുക്കുക. നമുക്കിപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ളൊരു വരവ് ഭാഗ്യക്കുറി എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയിലൂടെയാണ്. അവിടുത്തെ ആളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 2025 നല്ല
ചെറുതും വലുതുമായിട്ടുള്ള നല്ല തുകകൾ വന്നു ചേരാനിടയായ സാഹചര്യമുണ്ട്. അതാ വിഷ്ണു ഭജനം വളരെ അനിവാര്യമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. വിഷ്ണു ഭജനത്തിലൂടെ മഹാലക്ഷ്മി ദേവി അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പൊതുപ്രവർത്തന രംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും നേതൃത്വ സ്വഭാവം കാണിക്കുന്നവരാണ് ഈ അവിട്ടം നാളുകാർ. തീർച്ചയായും നേതൃത്വ സ്വഭാവം അംഗീകരിക്കുന്ന ഒരു കാലമാണ് 2025. രാഷ്ട്രീയ രംഗത്തൊക്കെ നേതൃത്വ വ്യവസ്ഥയിലേക്ക് വരാൻ കഴിയും. തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബന്ധപ്പെട്ട് നിന്നാൽ വിജയം കാണാൻ കഴിയുന്ന നാളാണ് അവിട്ടത്തെ സംബന്ധിച്ചിടത്തോളം. ഏതോ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ബന്ധപ്പെട്ടാൽ ആ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒരു നേതൃപാടവം ദർശിക്കാൻ കഴിയും. മറ്റുള്ളവരെ അംഗീകരിച്ചു കൊണ്ടുള്ള നേതൃപാടവമാണ് അതെന്നും നമുക്ക് ആഗ്രഹിക്കാം. പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്ന വർഷമാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളവും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വർഷമായിട്ടാണ് അവിട്ടം നാളിനെ സംബന്ധിച്ചിടത്തോളം കാണുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ സഹോദരങ്ങൾ ഉപകാരസ്ഥരായി തീരുന്ന ഒരു വർഷം കൂടിയിട്ടാണ്. സഹോദരങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി നമ്മളെ സഹായിക്കുന്ന ഒരു കാഴ്ചയും 2025 നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ ആളുകാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും സഹായം കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒന്നും നമ്മളെ നോക്കാൻ പോലും വരില്ല എന്ന് പറഞ്ഞ സഹോദരങ്ങളിൽ നിന്ന് വളരെ അനുകൂലമായൊരു ഭാവം, വളരെ അനുകൂലമായൊരു അവസ്ഥ ഉണ്ടാകുന്ന ഒരു കാലമാണ് 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് അവർക്കും വളരെ ഉപകാരം ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. വിദേശത്തുള്ളവർക്ക് ജോലി സാധ്യത കൂടുതൽ നന്മയിലേക്ക് പോകാൻ കഴിയുന്നു. വിദേശവാസത്തിൽ കഴിയുന്ന ആളുകൾക്ക്, പ്രവാസികളായി കഴിയുന്നവർക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നു. അതുപോലെ തന്നെ വിദേശ ലോട്ടറി ഉൾപ്പെടെയുള്ളവ ലഭിക്കാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. തീർച്ചയായും അതിനൊക്കെ ശ്രമിക്കുക. നല്ല തരത്തിൽ, അതായത് വിസയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. എല്ലാം കൊണ്ടും ഒരു നല്ല ജീവിതം പ്രവാസികൾക്ക് ഉള്ളതായി ഈ 2025 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാർഷിക മേഖലയിൽ വമ്പിച്ച നേട്ടമുണ്ടാകും. കൊച്ചു കൊച്ചു ബിസിനസ്സുകളിൽ, അതുപോലെ തന്നെ ധനസമ്പാദനത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതിൽ 1 രൂപയെങ്കിലും ലാഭമുണ്ടാകുന്നൊരവസ്ഥ അവിട്ടം നാളുകാരനെ സംബന്ധിച്ചിടത്തോളം 2025 ഉണ്ടാകും. പിണങ്ങി നിന്നവരൊക്കെ വന്നു ചേരും. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണത്. ധനവരമുണ്ടാകും. എല്ലാം കൊണ്ടും ഒരു നല്ല വർഷമായിരിക്കും 2025. നല്ല വർഷമുണ്ടാകുമ്പോൾ നമുക്ക് നന്മ തരുന്ന ഈശ്വര സന്നിധികളെ, ഈശ്വര ചൈതന്യങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച് അവർക്ക് പ്രാർത്ഥനയും വഴിപാടുകളും അർപ്പിച്ച് മുന്നോട്ട് നീങ്ങുക. കുടുംബത്തിലുള്ളവരെല്ലാവരും കൂടി ഒത്തുചേർന്ന് ക്ഷേത്രത്തിലേക്കൊക്കെ ദർശനം നടത്തിയാൽ വളരെ നന്നായിരിക്കും. എല്ലാവർക്കും നല്ല അവിട്ടം നാളുകാരനൊരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു വലിയ വിജയമുണ്ടാകുവാൻ കഴിയും. 2025 അങ്ങനെ ഒരു വർഷമാണ്. തീർച്ചയായിട്ടും കുടുംബ അംഗങ്ങളെല്ലാവരും കൂടി ക്ഷേത്ര ദർശനം നടത്തുക. ആ ക്ഷേത്ര ദർശനത്തിൽ എല്ലാവർക്കും അവിട്ടം നാളുകാരൻ കൂടെയുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ആ അനുഗ്രഹം സാധ്യമായി തീരും. ജീവിതത്തിൽ നന്മയുണ്ടാകും. അപ്പോൾ എല്ലാ മേഖലകളിലും വലിയ വിജയമുണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസതയൊക്കെ മാറി നല്ല വിജയമുണ്ടാകും. അങ്ങനെ എല്ലാ മേഖലകളിലും നന്മയുള്ള ഒരു വർഷമാണ് 2025 അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം. ദോഷപരിഹാരത്തിനായി ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനും നമുക്കുണ്ടാകുന്ന സമ്പൽ സമൃദ്ധികൾ ഇരട്ടിയായി മാറുന്നതിനും വിഷ്ണു ക്ഷേത്ര ഭജനം, അതായത് പാൽപ്പായസ വഴിപാട്, ത്രിമധുര വഴിപാട്, അതുപോലെ തന്നെ തുളസിമാല സമർപ്പണം തുടങ്ങിയവ കൃത്യമായി ചെയ്യണം. മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര നടത്തുക. അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ നീരാജന വഴിപാട്, അതുപോലെ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക. വെളുത്തതും ചുവന്ന നിറത്തിലുള്ളതുമായ പുഷ്പങ്ങൾ ദേവീക്ഷേത്ര സന്നിധിയിൽ നൽകുക. ശ്രീ വേൽമുരുകസ്വാമിക്ക് വേൽ സമർപ്പണം തുടങ്ങി എല്ലാത്തരം വഴിപാടുകൾ, ഇത്തരം വഴിപാടുകളെല്ലാം നടത്തി ഈ ഒരു വർഷത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ 2025 സർവ്വസൗഭാഗ്യ വർഷമായി മാറും. ഒരു സംശയവുമില്ല. ഈശ്വര സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യങ്ങളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി എല്ലാവരും 2025 സർവ്വസൗഭാഗ്യവാന്മാരായി നീങ്ങട്ടെ, വളരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.